നിയമലംഘന പ്രസ്ഥാനം കേരളത്തിൽ. നിയമലംഘന പ്രസ്ഥാനം തന്നെയാണ് ഉപ്പു സത്യാഗ്രഹം എന്നും അറിയപ്പെടുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13. ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പൻ. ഒന്നുകൂടി നോക്കാം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിൽ എത്ര പേരാണ് പങ്കെടുത്തിട്ടുള്ളത്? 32 പേര്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ 32 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മൊയ്യാരത്ത് ശങ്കരൻ. കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനം വരിക വരിക സഹചരെ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണപിള്ളയാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിലുടനീളം ആലപിച്ച ഗാനം ഏതാണ്? വരിക വരിക സഹചരെ അല്ലെ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണപിള്ള. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരാരൊക്കെയായിരുന്നു? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. ആരൊക്കെയാണ്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖർ. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു. പാലക്കാട് നിന്നും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ള എന്നിവരായിരുന്നു. പാലക്കാട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹി ആരാണ്? പി സി കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗുകള്, ഖാദി പ്രചാരണം. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗുകള്, ഖാദി പ്രചരണം എന്നിവ. താങ്ക് യു.